വിളിച്ചിട്ടും വിളിയേക്കാത്തെ? ഞാനിന്ന് എവിടെ പോകുന്നില്ലെന്ന് ഞാൻ അനുവിനെ വിളിച്ച് പറഞ്ഞോളാം. താഴെ ചെന്ന് പറ, എനിക്ക് വയ്യെന്നോ. മോളെ ശാലിനി, വാതില് തുറക്ക്. മോളെ ശാലിനി, ഡ്രൈവറോട് എന്താ പറയണ്ടേ? നിന്നെ കാണണ്ട, ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. മോളെ മോളെ വാതില് തുറന്നേ. എടി പതുക്കെ, കരയാതെ. ശാലിനി, ശാലിനി, ശാലിനി ഇവിടെ. സത്യമേ, ശാലിനിക്ക് നല്ല സുഖമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചേരം കിടക്കാൻ പറഞ്ഞു. ക്ഷീണമൊന്ന് മാറട്ടെ. എന്നാ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ മറ്റു പോകാമായിരുന്നല്ലോ. അത് വേണ്ട, കുറച്ചേരം കിടക്കുമ്പോ മാറിക്കോളും. അവള് കിടക്കട്ടെ, നമുക്ക് പോവാം. ഏത് നേരം ആദ്യമല്ലേ, പിന്നെ എങ്ങനെ അസുഖം വരാതിരിക്കും? ഞാൻ കുറച്ച് ചുക്കുകാപ്പി ഇട്ടോണ്ട് വരാം. സത്യമേ അച്ഛനും അറിയേണ്ടതല്ലേ അമ്മ? അതിനുള്ളൊരു സാഹചര്യം വരും മോളെ, അപ്പ അറിയിച്ച പോരെ. അല്ലെങ്കിൽ അവർക്കത് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ നിന്റെ ഈ സങ്കടവും ബുദ്ധിമുട്ടും മനസ്സിലാക്കി ഈശ്വരൻ തന്നെ അതിനൊരു വഴി കണ്ടെത്തിയാലോ? എനിക്കിപ്പോ ഒരു ദൈവത്തിലും വിശ്വാസമില്ല. ഒരു ദൈവവും എന്റെ കണ്ണീര് കാണുന്നില്ല, എന്റെ കണ്ണീര് ഒപ്പൊന്നുമില്ല. എന്നും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ ആള് കരയാതെ ഇപ്പൊ രക്ഷപ്പെട്ട് വേറെ ഏത് ലോകത്തിന്റെ ചിരിക്കാം. ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കാണാൻ വേണ്ടി ശാലി, ഈ കാപ്പി കുടിച്ചാ അവളുടെ പനിയൊക്കെ മാറും. എന്നോട് പറഞ്ഞ ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ലേ സത്യമേ? ഓ, അതൊന്നും സാരമില്ല, ഞാനങ്ങ് ഉണ്ടാക്കിന്നേ. ഇല്ല, അമ്മ പറഞ്ഞ പോലെ ഞാനിനി കരയില്ല. ഞാനൊന്ന് ജീവിച്ചു നോക്കട്ടെ. ശാലിനി മോളെ, എടി മോളെ, നീ കരയല്ലേ? സത്യാമ്മ വന്നു. ശാരദാമ്മ വാതിൽ തുറക്കോ. അതാ വരുന്നു. സമാധാനിക്കാം, കരയരുത്. ശാലിനി അവിടെ ഉണ്ട്. ചുക്കും കുരുമുളകും ഇട്ട കാപ്പിയാ. ഇതങ്ങ് ചെല്ലുമ്പോ എല്ലാ ഉൾപ്പനിയും പോവും. വിഷ്ണുവിനെ കുറിച്ച് ഓർത്തുള്ള ആദ്യമാണോ? കരയില്ല മോളെ. ദേ ശാരദാമ്മേ, നമ്മുടെ മുന്നിൽ കാണിക്കുന്ന ഈ ധൈര്യമൊക്കെ ഉള്ളൂ. ഒറ്റയ്ക്കിരിക്കുമ്പോ എപ്പോഴും കരച്ചില്ല. മോളെ കരയാതിരിക്കെ, ധൈര്യമായിട്ടിരിക്കെ. അവൻ വന്നോളൂന്നേ. ഇത് പിടിച്ചേ, പേടിക്കും മോളെ.
കേട്ടോ ശാരദാമ്മേ, ശാലിനിക്ക് പനി വന്ന വിഷ്ണുവിന് പിന്നെ പണിയാ. പനിക്കൂർക്കയും ചുക്കും കുരുമുളകൊക്കെ ഇട്ട് കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നത് അവനാ. അവനില്ലാത്തോണ്ട് അവന്റെ സ്ഥാനത്തുനിന്ന് ഞാൻ ചെയ്തേ ഉള്ളൂ. ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോ ക്ഷീണം മാറുമോ നോക്കട്ടെ, എന്നിട്ട് പറയാം എനിക്കാണോ വിഷ്ണുവിനാണോ കൈപ്പുണ്യെന്ന്. മോളെ എന്താ ഇത്? കരയാതെ മോളെ. മോളെ നീ ധൈര്യമായിട്ടിരിക്കേ, അവൻ വരും. ശാരദാമ്മ വേണം ഇവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ. മോളെ നീ കരയാതെ. മോളെ നീ കരയല്ലേ മോളെ, അവൻ വരും. ഇങ്ങനെ കരയാതെ. കാപ്പി കുടിച്ചേ ശാരദാമ്മ, ഇതും കുടിച്ചേ. ഇതാ കുടിക്കും. രാഘവേട്ടൻ വിളി തുടങ്ങി. മോളെ ഈ കാപ്പിയും കുടിക്കേ. മോളെ ഇത് കുടിക്കുന്നേ. വരുന്നു. സത്യമേ, ഞാൻ കൊടുക്കാം. കുടിക്കണേ. രാഘവേട്ടൻ വരുന്നു. ഈ രാഘവേട്ടന്റെ ഒരു കാര്യം. സത്യമേ ചെല്ല. ഞാൻ ചെല്ലട്ടെ. മോളെ കരയാതെ, വിഷ്ണു വരും. ചെല്ലട്ടെ. പൊന്നി വാ.